രണ്ടാമത്തെ അവസരത്തിന് ശേഷവും പേര് അടയാളപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടവരെ കളിയിൽ നിന്ന് പുറത്താക്കി. രണ്ടാമത്തെ അവസരത്തിന് ശേഷം 25 ജീവനക്കാർ അടുത്ത ഘട്ടത്തിലേക്ക് യോഗ്യത നേടി. എല്ലാ ബലൂണുകളും ശേഖരിച്ച് ഒരു മുറിയിൽ ഇട്ടു. മുറിയിൽ പോയി തൻ്റെ പേരുള്ള അതേ ബലൂൺ എടുക്കാൻ ടീം ലീഡർ ജീവനക്കാരെ അറിയിച്ചു. കൂടാതെ ബലൂൺ പൊട്ടിത്തെറിക്കരുതെന്നും വളരെ ശ്രദ്ധാലുവായിരിക്കണമെന്നും അദ്ദേഹം അവരോട് പറഞ്ഞു. 25 ജീവനക്കാരും മുറിയിലെത്തി. അവിടെ അവരുടെ പേരുകളുള്ള ബലൂണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിഞ്ഞു. അവരുടെ പേരുകളുള്ള ബലൂണുകൾക്കായി അവർ തിരയുകയായിരുന്നു. ബലൂണുകൾ കണ്ടെത്താനുള്ള തിരക്കിലായിരുന്നപ്പോൾ ബലൂണുകൾ പൊട്ടാതിരിക്കാൻ അവർ ശ്രമിച്ചു. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടും സ്വന്തം പേരുള്ള ബലൂൺ ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കളിയുടെ രണ്ടാം ഘട്ടം അവസാനിച്ചതായി ടീമിനെ അറിയിച്ചു. ഇപ്പോൾ ഇത് മൂന്നാമത്തെയും അവസാനത്തെയും ലെവലാണ്. മുറിയിലെ ഏതെങ്കിലും ബലൂൺ എടുത്ത് ബലൂണിൽ പേരുള്ള വ്യക്തിക്ക് നൽകാൻ അവർ ജീവനക്കാരോട് ആവശ്യപ്പെട്ടു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ എല്ലാ ബലൂണുകളും അതാത് ജീവനക്കാരൻ്റെ കൈകളിലെത്തി. എല്ലാവരും ഹാളിലെത്തി. ടീം ലീഡർ പ്രഖ്യാപിച്ചു, ഇതിനെ പ്രശ്നങ്ങൾക്കുള്ള യഥാർത്ഥ പരിഹാരങ്ങൾ എന്ന് വിളിക്കുന്നു. അനുയോജ്യമായ വഴികൾ മനസ്സിലാക്കാതെ എല്ലാവരും പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനായി ഭ്രാന്തമായി തിരയുകയാണ്. പലപ്പോഴും മറ്റുള്ളവരെ പങ്കിടുകയും സഹായിക്കുകയും ചെയ്യുന്നത് എല്ലാ പ്രശ്നങ്ങൾക്കും യഥാർത്ഥ പരിഹാരങ്ങൾ നൽകുന്നു. കാര്യങ്ങൾ സുഗമമാക്കാൻ പരസ്പരം സഹായിക്കുക.